സാധിക്കും. യാക്കോബിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, നീതിമാന്റെ പ്രാർത്ഥന ഫലദായകമാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെല്ലാം രക്ഷിക്കപ്പെട്ട ആത്മാക്കളാണ്. അതിനാൽ അവരുടെ പ്രാർത്ഥന ഫലദായകമാണ്. അവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. നമ്മുടെ അനുദിന പ്രാർത്ഥനകളും ബലിയർപ്പണങ്ങളുമെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് അനുഗ്രഹത്തിന് കാരണമായിട്ട് മാറും. അതവർക്ക് ഉപകാരപ്രദമാണ് എന്നാണ് കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നത്. നാം പ്രാർത്ഥിക്കുന്ന ആ ആത്മാവ് സ്വർഗത്തിലാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സഹായം ആവശ്യമുള്ള ഒരു ആത്മാവിന് വേണ്ടി, വ്യക്തിക്ക് വേണ്ടി ദൈവം ആ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തും. ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് കത്തോലിക്ക സഭ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഏതോ രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിച്ച്